ബട്ട് ക്യാഷ് എന്ന പേരിൽ തനിക്കെതിരെ നടക്കുന്ന ക്യാമ്പയിന് പിന്നിൽ PR വർക്കെന്ന് നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ NM ബാദുഷ. സിനിമയ്ക്ക് പുറത്തുള്ള ഗൂഢാലോചനയാണ് ക്യാമ്പയിന് പിന്നിൽ. അതിൽ രാഷ്ട്രീയമുണ്ടെന്നും ബാദുഷ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതുവരെ വന്ന കാര്യങ്ങളുണ്ടല്ലോ, പക്ഷേ താങ്കൾ പറയുന്നുണ്ട് കുറച്ചുകൂടി അതിനകത്ത് ക്ലാരിറ്റി വരാനുണ്ട് പല കാര്യങ്ങളിലും. അതെന്തായിരുന്നു സംഭവം? എന്താണ് ഇനി? അത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സിനിമയെ പറ്റി അറിയാത്ത ആൾക്കാരാണ് ഇതിനിടയിൽ വന്നിട്ട് എന്നെ ചീത്ത പറയുന്നതും എൻ്റെ സോഷ്യൽ മീഡിയകളിൽ വന്ന് എന്നെ ചീത്ത പറയുന്നതെല്ലാം സിനിമ എന്താണെന്നും സിനിമയുടെ ബന്ധമില്ലാത്ത ആൾക്കാർ. പിന്നെ ഇതിനിടയിൽ ഞാൻ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടെ നല്ലൊരു PR വർക്ക് നടക്കുന്ന കാര്യം. അതിന് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ പേജിൻ്റെ വരുന്ന ബട്ട് കാശ് എന്ന് പറഞ്ഞ് വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ 2 ഫോളോവേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേജിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചോദിക്കുന്നു. അതായത് ഒരു പടം ഇടുന്നു, ഇപ്പോൾ താങ്കളുടെ പേജിൽ ഒരു പടം വരുമ്പോഴത്തേക്കും ആദ്യത്തെ കമന്റ് നല്ല ചിത്രമാണ്, ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും ക്യാമ്പയിൻ അല്ലേ? ഇത് മൈൻഡ് ഞാനിപ്പോൾ ആ മൈൻഡൊക്കെ വിട്ടല്ലോ. ആദ്യം ഒരുപാട് വിഷമം വന്നു, പക്ഷെ ഞാനത് ചിരിച്ച് കാണുന്നതാണ്. വിഷമം തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? എനിക്ക് ഒരുപാട് വിഷമങ്ങൾ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ അന്ന് എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെ സമാധാനിപ്പിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത് എന്തെങ്കിലും ബോധവോ വിവരമുള്ളവന്മാരാണ് വന്നിട്ട് പറയുന്നത്. യാതൊരു ബന്ധമില്ലാത്ത ഇപ്പം സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 20 ലക്ഷം കൂടി 20 ലക്ഷം കൊടുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര മേടിച്ചു, എത്ര കൊടുക്കാനുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാ പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിന് തെളിവ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കമന്റ് എന്താണ്? അപ്പൊ അത് ഹരീഷ് തന്നെ ആദ്യം തുടക്കത്തിൽ ഈ ഒരു തുക പറയുന്നത് ഇത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം അത് താങ്കൾ വാർത്താ സമ്മേളനം നടത്തി വളരെ ക്ലാരിറ്റി പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും ഒന്നുകൂടി ചോദിക്കുന്നു, അത് അങ്ങനെ ഒരു തുകയുണ്ടോ? അത് ഇല്ല. അതിനാണ് ഞാൻ തെളിവ് തന്നത്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസയും ഞാൻ തിരിച്ചു കൊടുത്ത പൈസയും ഞാൻ തെളിവായിട്ട് കാണിച്ചിട്ടുണ്ട്. അയാൾ തെളിയിക്കാൻ പറ്റില്ല, അയാൾക്ക് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അത് അയാൾ അങ്ങനെ ഒരു പൈസ അയാളെ ഞാൻ വാങ്ങിച്ചു അയാൾക്ക് തെളിയിക്കാൻ വരെ പറ്റിയിട്ടുണ്ടോ? അതില്ല. അപ്പൊ പിന്നെ അതിനകത്ത് യാതൊരു ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചർച്ചയെ വേണ്ട. ഞാൻ എൻ്റെ നിയമപരമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അത്രയും സൗഹൃദത്തിൽ ചെയ്യുന്ന വ്യക്തി, അയാൾക്ക് പൈസ കിട്ടാണെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാതെ സോഷ്യൽ മീഡിയ വന്നിട്ടാണ് പറയുന്നത്. എനിക്ക് സിനിമ ഫീൽഡിൽ നിന്ന് ഒരുപാട് കാശ് കോടികൾ കിട്ടാനുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ പേര് വന്ന് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അവരെ വിളിച്ച് ചോദിക്കുക. കിട്ടില്ലെങ്കിൽ നിയമപരമായിട്ട് പോവുക, അങ്ങനെ ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ ഞങ്ങൾ നടത്തിയിരുന്നത്. അത് നടത്താനുള്ള ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പോലെ രേഖ എന്ന് പറഞ്ഞാൽ നടിക്കുന്നതിന് നടക്കുന്ന ഇത് സോഷ്യൽ മീഡിയ ആണോ എല്ലാവരുടെയും ജീവിതം തീരുമാനിക്കുന്നത്? രേഖ മുഖ്യമന്ത്രിക്ക് പരാതിയായിട്ടൊരു വീഡിയോ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. ആ സഹോദരിനെ പോലും വന്നിരുന്നിട്ട് പച്ചക്ക് തെറി പറയല്ലേ. ഇവർ എന്ത് അറിഞ്ഞിട്ടാണ് തെറി പറയുന്നത്? ഒരാൾക്കാരുടെ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ട അവരുടെ ആഗ്രഹമല്ല, അവരുടെ ഉത്തരവാദിത്വമല്ല, അവരുടെ തീരുമാനമല്ലേ. അതിന് സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത്. താങ്കൾ പറയുന്നതാണെങ്കിൽ ഒരു 76 സിനിമ ഹരീഷിന് ചെയ്തു കൊടുത്തെങ്കിൽ അതൊരു ചെറിയ എണ്ണമല്ല, ചെറിയൊരു സംഖ്യയല്ല. അപ്പോൾ വലിയൊരു സഹായം ഹരീഷിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഹരീഷ് തിരിച്ച് ഉണ്ടായ പ്രതികരണം എന്നെ കൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടില്ല, എന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ഇത് വിളിച്ച് പറഞ്ഞു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളി അതിനെതിരെ ഇന്നുവരെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നല്ല സൗഹൃദങ്ങൾ അങ്ങനെ ബ്രേക്കായി പോകുമ്പോൾ അതും ഒരു വിഷമമുള്ള കാര്യം. അത്ര സൗഹൃദമായിട്ട് നിന്നിരിക്കുന്ന വ്യക്തികൾ ആവശ്യമില്ലാതെ എന്തിനാണ് ചെയ്തതെന്ന് പോലും നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.